ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മഹേഷ് ആണെങ്കിൽ മനീഷിനെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ മനീഷ് ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം വെള്ളം. അത് കേട്ടുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണെന്ന് ചോദിച്ചത്? എടാ, എനിക്ക് കുറച്ച് വെള്ളം എന്താ, ഞാൻ വല്ലാതെ ടയേർഡാ, എനിക്ക് നാവൊക്കെ കുഴയുന്നത് പോലെ എന്നൊക്കെ മനീഷ് വിഷമത്തോടെ പറയാണ്. ആഹാ, അത് കൊള്ളാലോ, ഇന്നലെ വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സംസാരിച്ചത്. എന്നെ കെട്ടഴിച്ച് വിട്, എനിക്ക് പുറത്തു പോയി സത്യം പറയണം, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്തി കൊടുക്കണം എന്നൊക്കെ വലിയ വീരവാദ്യം പറഞ്ഞതായിരുന്നല്ലോ. ഇപ്പം മനസ്സിലായോ? പട്ടിണിയേക്കാൾ വലുതല്ല മറ്റൊന്നൊന്ന്. ഇന്നലെ വരെ വലിയ അഹങ്കാരത്തോടെയായിരുന്നല്ലോ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്നിട്ട് ഇപ്പോൾ വന്ന് വെള്ളത്തിന് വേണ്ടി കെഞ്ചി ചോദിക്കുന്നത്. പ്ലീസ് എനിക്ക് കുറച്ച് വെള്ളം താടാ, എനിക്ക് വല്ലാത്ത ദാഹിക്കാണ്, വെള്ളം താ പ്ലീസ്. ആ, നീ യാചിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കും പാവം തോന്നുന്നുണ്ട്. ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയി ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വരാണ്. താ വെള്ളം താ, വേഗം താ എന്നൊക്കെ പറഞ്ഞിട്ട് മനീഷ് വായി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മഹേഷ് തന്നെ അവൻ്റെ കഴുത്ത് പൊന്തിച്ചിട്ട് അവൻ തന്നെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മനീഷാണെങ്കിൽ ആർത്തിയോടെയാണ് വെള്ളം കുടിക്കുന്നത്. ഡാ, എൻ്റെ കെട്ടഴിച്ച് വിട്. എന്തിന്? എനിക്ക് ബാത്റൂമിൽ പോകണം. ഏയ്, വെള്ളം കേട്ടിട്ട് വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം തന്നു എന്ന് കരുതി ഇനി അടുത്തത് ബാത്റൂമിൽ പോകണമെന്നാണോ? എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ, ദയവ് ചെയ്ത് എന്നെ ഒന്ന് അഴിച്ചു വിട്. മനീഷ് തീരെ സഹിക്കാനാവാതെ പറയാണ്. ഓ, ഇവനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് മഹേഷ് വേഗം അവൻ്റെ ബാക്കിൽ കെട്ടിയിട്ടുണ്ടായിരുന്നതും കാലിന് കെട്ടിവെച്ച കയറും അഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാത്റൂമിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് അവനെ തള്ളി കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ കയറ്റി വിട്ടതിന് ശേഷം ബാത്റൂമിന് പുറത്തു തന്നെ മഹേഷ് കാത്തു നിൽക്കുന്നുണ്ട്. മഹേഷ് പുറംതിരിഞ്ഞാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മനീഷ് വേഗം ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ അവൻ അങ്ങനെ കാണുകയാണ്. ആ ഒരു സമയം ഒട്ടും പാഴാക്കാതെ മനീഷ് വേഗം അവൻ്റെ പിന്നിൽ നിന്ന് പോയിട്ട് ഒരു ചവിട്ട് കൊടുക്കുകയാണ്. പ്രതീക്ഷിക്കാതെ ചവിട്ട് കൊണ്ടത് കൊണ്ട് തന്നെ തല അടിച്ചിട്ടാണ് മഹേഷ് വീണിട്ടുണ്ടായിരുന്നത്. ആ സമയം നോക്കിയിട്ട് കയ്യിൽ കെട്ടുള്ളത് കൊണ്ട് കാല് വെച്ചിട്ട് നല്ല 4 ചവിട്ട് കൊടുക്കുകയാണ്. ഒന്നും പ്രതീക്ഷിക്കാത്തതായത് കാരണം മഹേഷിന് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മനീഷ് വേഗം തന്നെ അടിച്ചിട്ടതിന് ശേഷം അവിടെ നിന്ന് ഓടി പുറത്തേക്ക് പോവാണ്. മഹേഷ് എങ്ങനെയൊക്കെയോ ചാടിപ്പിടിഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട്. അവന് പിന്നാലെ പോകാൻ നോക്കുവാണ്. ചന്ദ്രിക എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക, സിദ്ധു ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നീ പോയി അവനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമോ? ശരി അമ്മായി എന്ന് പറഞ്ഞിട്ട് അവൾ ചെല്ലുന്ന സമയത്ത് പതിവ് പോലെ തന്നെ സിദ്ധാർത്ഥ് ചിന്തയിലാണ്ടിരിക്കുകയാണ്. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവൻ ആകെ വിഷമത്തിലാണുള്ളതെന്ന്. സാർ, ഭക്ഷണം കഴിക്കാൻ വാ, എനിക്ക് വിശക്കുന്നില്ല ചന്ദ്രിക. സാർ, നിങ്ങളെ ആലോചിച്ചിട്ട് അമ്മായി വല്ലാതെ വേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കും സാർ. വേണ്ട ചന്ദ്രിക, ഞാൻ പിന്നീട് കഴിച്ചോളാം. സാറ് കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല, ഞാനും ഇവിടെ കൂട്ടിരിക്കാം. എന്തിനാ ചന്ദ്രിക, നിന്നോട് പോയി കഴിച്ചോന്ന് ഞാൻ പറഞ്ഞതല്ലേ. എത്ര നാളെ സർ മേഘ പറഞ്ഞ് ഈ ഒരു കാര്യം തന്നെ ചിന്തിച്ച് വല്ലാതെ വിഷമിച്ചിരിക്കുക? സാറൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ സാർ ഇങ്ങനെ അധികം ഫീൽ ചെയ്യുന്നത്? വരൂ സാർ, വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവൻ്റെ കൈ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ വന്നപ്പോൾ തന്നെ മുത്തശ്ശൻ അവനോട് പറയുന്നുണ്ട്, വാ സിദ്ധു, വന്ന് ഇവിടെ ഇരിക്കേ. ചന്ദ്രിക ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനനുസരിച്ച് സിദ്ധാർത്ഥ മതി മതി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, സിദ്ധു, നീ മേഘ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആലോചിച്ചിട്ട് വല്ലാതെ മനസ്സ് വേദനിച്ചിരിക്കുകയാണെന്ന് നിൻ്റെ അമ്മ പറയുന്നുണ്ട്. മേഘ പറഞ്ഞത് കള്ളമാണെന്ന് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ദിവസം വരും. മേഘ പറഞ്ഞു എന്ന് കരുതി നീ കുറ്റവാളി ആയെന്നാണോ അതിൻ്റെ അർത്ഥം? മേഘ പറഞ്ഞു എന്ന് വെച്ച് നീ ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു പെണ്ണ് വിചാരിച്ച ആരുടെ മേലും എന്തൊക്കെ കുറ്റങ്ങൾ വേണമെങ്കിലും ചാർത്തി കൊടുക്കാം. എന്നാൽ തെളിയിക്കേണ്ടി വരുന്ന ഒരു അവസരത്തിൽ കോടതിക്ക് മുൻപാകെ അവളുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു വീഴും. മുത്തശ്ശൻ സംശയത്തോടെ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, അല്ല സിദ്ധു, ഇനി മേഘയുടെ ഗർഭത്തിന് മറ്റാരെങ്കിലും കാരണക്കാരാണെന്ന് നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ? മേഘയെ ഞാനന്ന് പാർട്ടിയിൽ വെച്ച് കൂട്ടാൻ പോയ സമയത്ത് അവൾ തീരെ ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അവളുടെ ഫ്രണ്ട്സിൻ്റെ പാർട്ടിയിൽ പങ്കെടുത്തു എന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ബോധമില്ലാതിരുന്ന മേഘയോട് ആരോ വളരെ മോശമായി പെരുമാറിയിരിക്കാം, അതും അവൾ അറിയാതെ. പക്ഷേ അവൾ അത് മനസ്സിലാക്കാൻ നിൽക്കാതെ ഞാനാണ് അവളുടെ അടുത്ത് മോശമായി പെരുമാറിയതെന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും എന്നെക്കുറിച്ചാണ് മോശമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സിദ്ധു പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മേഘയുടെ ഗർഭത്തിന് ആരാണ് കാരണക്കാരനെന്ന് അവൾക്ക് തന്നെ അറിയാത്തത് കൊണ്ടാണ് അവൾ നിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗർഭത്തിന് കാരണക്കാരൻ അവൾ ആരാണെന്ന് അവൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. അതെ അച്ഛാ, അച്ഛൻ പറഞ്ഞതാണ് ശരി. അങ്ങനെയാണെങ്കിൽ മാത്രമേ സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കെല്ലാവർക്കും മുന്നിൽ തെളിയിക്കാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മേഘ ഓരോ TV ചാനലിലും പോയി പറയുകയാണ്
അവൾക്കും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും നീതി കിട്ടണമെന്ന്. അത് കാണുന്ന ഓരോരുത്തരും കരുതുന്നത് നമ്മൾ അവളോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണ് അവർ നമ്മളോട് മോശമായി പെരുമാറുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ആദ്യം മേഘയുടെ ഗർഭത്തിന് കാരണക്കാരാരാണെന്ന് കണ്ടുപിടിക്കണം. ആ, അതൊരു ഭാഗത്ത് നടക്കട്ടെ. പക്ഷേ മേഘയുടെ ഭീഷണി കേട്ടിട്ട് ഈ കല്യാണം നീട്ടിവെക്കാമെന്ന് മാത്രം ആരും കരുതണ്ട. മുത്തശ്ശൻ വീണ്ടും തൻ്റെ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ കല്യാണം പറഞ്ഞ തീയതിക്ക് പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കണം. അത് സിദ്ധാർത്ഥിനെയും ചന്ദ്രികയും പോലെ തന്നെ മഹേന്ദ്രനെയും ലക്ഷ്മിയും കുറച്ച് വേദനിപ്പിക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം ആരെയും ഗൗനിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. മഹേഷിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ മനീഷിനെ അവൻ വീണ്ടും തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മനീഷിനിട്ട് കൊടുക്കുകയാണ് അവൻ. അതുപോരാതെ വീണ്ടും പഴയതിനേക്കാൾ ബലത്തിലാണ് കയറ് വെച്ച് കെട്ടുന്നത്. മനീഷാണെങ്കിൽ ആകെ ടയേർഡായിരുന്നു. ഒന്നാമത് ഫുഡൊന്നും കഴിക്കാതെ പട്ടിണി കിടന്നതുമാണ്. അതിൻ്റെ കൂടെ മഹേഷിൻ്റെ തല്ലുകൂടി കൊണ്ടപ്പോഴേക്കും അവൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടെ മഹേഷ് ഓരോന്ന് പറയുമ്പോൾ ഇവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹേഷ്, എൻ്റെ കെട്ടഴിച്ചു വിട്. എല്ലാവരും ചേർന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. അപ്പോൾ ഇൻസ്പെക്ടറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, മേഘ ഇന്ന് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ധൃതി പിടിച്ചിട്ട് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്താൻ പോകുന്നു എന്നാണ് അവളുടെ കംപ്ലൈൻറ്റ്. മേഘയുടെ ഗർഭത്തിന് ആരാണ് യഥാർത്ഥ കാരണക്കാരനെന്നറിയാതെ നിങ്ങൾ ധൃതി പിടിച്ച് കല്യാണം നടത്തരുത് സർ. അങ്ങനെ സംഭവിച്ചാൽ മേഘ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ കല്യാണം ഒന്ന് നീട്ടിവെക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങോട്ട് നോക്കൂ, ആരെ പേടിച്ചിട്ടും കല്യാണം നീട്ടിവെക്കുമെന്ന് കരുതണ്ട. മുത്തശ്ശൻ ഇൻസ്പെക്ടറോടും അതേ ശൈലിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. മേഘയുടെ ഗർഭത്തിന് കാരണക്കാരാരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്ക്. അതല്ലാതെ അത് ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ മകൻ്റെ കല്യാണം നീട്ടിവെക്കാൻ പറയാൻ നിങ്ങൾ അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് സർ എന്ന് ഇൻസ്പെക്ടർ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യാണ്. എന്താ അച്ഛാ, എന്താ അവർ പറഞ്ഞത്? സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറാണ് വിളിച്ചത്. സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം കുറച്ച് നീട്ടിവെക്കാനാണ് അവർ പറയുന്നത്. മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്തുകയാണെങ്കിൽ മേഘ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത്. അത് കേട്ടുകൊണ്ടാണ് സിദ്ധുവും ചന്ദ്രികയും അങ്ങോട്ടേക്ക് വരുന്നത്. അവർ പുറത്തു പോയിട്ട് തിരിച്ചു വന്നതായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, സിദ്ധു ഇരിക്കേ, അല്ല നീ ഇപ്പോൾ ആ ബാറിൽ പോയിട്ട് മേഘയുടെ കാര്യം അന്വേഷിക്കാനല്ലേ പോയിട്ടുണ്ടായിരുന്നത്? എന്നിട്ട് അന്വേഷിച്ചോ? ആ, ഞാൻ അന്വേഷിച്ചിട്ടാണ് മുത്തശ്ശ വന്നിരിക്കുന്നത്. ആ പാർട്ടിയിൽ മേഘയുടെ 3 ഫ്രണ്ട്സാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവർ 3 പേരും പെണ്ണുങ്ങൾ തന്നെയായിരുന്നു. സിദ്ധാർത്ഥ് വല്ലാത്തൊരു വിഷമത്തോടെ പറയാണ്. ശരി, ഇപ്പോൾ മനീഷ് എവിടെയാണുള്ളത്? മുത്തശ്ശൻ വീണ്ടും സംശയത്തോടെ ചോദിക്കുകയാണ്. മനീഷ് UK പോയിട്ട് ഒരുപാട് നാളായി. മേഘ കൺസീവ് ആയിരിക്കുന്ന കാര്യം മനീഷിന് അറിയാമോ? മുത്തശ്ശൻ ചോദിച്ചപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ മനീഷിനെ ഒരുപാട് തവണ വിളിച്ചു. പക്ഷേ അവൻ്റെ ഫോൺ ഇപ്പോൾ നോട്ട് റീച്ചബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മനീഷ് UK പോയിട്ട് 5 മാസത്തിന് മുകളിലായി. അതുകൊണ്ട് തന്നെ അവനും ഈ ഗർഭത്തിനും ഒരു കാരണം ഉത്തരവാദിത്വം ഇല്ലെന്നാണ് മേഘ പറയുന്നത്. മേഘ കാരണം ഈ കുടുംബത്തിൽ എത്രമാത്രമാണ് പ്രശ്നങ്ങൾ. അവളെ ഒറ്റയടിക്ക് തന്നെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു. മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയാണ്. അവളോട് സഹതാപം തോന്നി ആ വീട്ടിൽ അവളെ താമസിപ്പിച്ചത് തന്നെ വലിയ തെറ്റായിപ്പോയി. ഇങ്ങോട്ട് നോക്ക് സിദ്ധു, ഇപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടത്താൻ പാടില്ലെന്നും അത് നീട്ടിവെക്കണമെന്നും പറഞ്ഞ് മേഘ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. അത് കേട്ടിട്ട് സിദ്ധാർത്ഥിനും ചന്ദ്രികയും ആകെ ടെൻഷനായി പരസ്പരം നോക്കുവാണ്. ആ ഇൻസ്പെക്ടറും കല്യാണം നീട്ടിവെക്കാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ അവരോട് തീർത്തു പറഞ്ഞു, ഒരു കാരണവശാലും കല്യാണം നീട്ടിവെക്കില്ലെന്ന്. ഈ കല്യാണം നീട്ടിവെക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുമാത്രമല്ല, ഈ കല്യാണം ഞാൻ പറഞ്ഞ തീയതിയിൽ തന്നെ നടക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. അതിനുശേഷം അദ്ദേഹം ലക്ഷ്മിയോട് പറയാണ്, ലക്ഷ്മി, ഇനി ഒരാഴ്ചയെ കല്യാണത്തിന് ബാക്കിയുള്ളൂ. എന്നിട്ട് വീടൊക്കെ എന്താ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്? വീടൊക്കെ അടിമുടി മാറ്റി അലങ്കാരം ചെയ്യേ. പക്ഷേ എല്ലാവരുടെയും മുഖത്ത് ആകെ ആകുലതയും ടെൻഷനുമായിരുന്നു. അദ്ദേഹം മാത്രമാണ് കല്യാണം പറഞ്ഞ തീയതിയിൽ തന്നെ നടത്തണമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ തീർത്തു പറയാം. ഈ ഒരു കാരണവും പറഞ്ഞ് ഈ വീട്ടിൽ ഒരാൾ പോലും കരഞ്ഞു ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ കാണാൻ പാടില്ല. എല്ലാവരും സന്തോഷത്തോടെ തന്നെ എപ്പോഴും ഉണ്ടാവണം. ഈ മേഘ കല്യാണം മുടക്കാൻ വേണ്ടി പല വഴികളും നോക്കും. എന്നാൽ ഞാൻ തീർച്ചയായും ഈ കല്യാണം നടത്തി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിനും വാശിയുണ്ടായിരുന്നു. അദ്ദേഹം ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എല്ലാവരും ആകെ വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിറ്റേന്ന് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് മഹേന്ദ്രനും ലക്ഷ്മിയും. രണ്ടുപേരും അകത്ത് കയറിയപ്പോൾ പൂജാരി അവർ രണ്ടുപേരെയും നന്നായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടുപേരോടും കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ തിരിച്ചവരും ചോദിക്കുന്നപ്പോൾ അയാളോട് ചോദിക്കുന്നത്, വീട്ടിലെല്ലാവർക്കും സുഖമാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നൊക്കെ അയാളും പറയുകയാണ്.
വരുന്ന ആഴ്ച സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളെ കണ്ടിട്ട് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് പോവാമെന്ന് കരുതിയാണ് വന്നത്. മുൻപ് മണ്ഡപത്തിലാണ് കല്യാണം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ, അവിടെ കല്യാണം നടത്താനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് നന്നായിട്ട് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ എന്നൊക്കെ മടിച്ച് മഹേന്ദ്രൻ പറയാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. തീർച്ചയായും നിങ്ങൾ വിചാരിച്ചതുപോലെ കല്യാണം നല്ല രീതിക്ക് നടക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ തന്നെ ചെയ്തോളാം. ഒരുപാട് നന്ദിയുണ്ട്. എന്നിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് തുക വാങ്ങിച്ചിട്ട് പൂജാരി ഏൽപ്പിക്കുകയാണ്. രണ്ടുപേരും വീട്ടിലെത്തിയിട്ട് സംസാരിക്കുമ്പോൾ ലക്ഷ്മി മഹേന്ദ്രയോട് പറയുന്നുണ്ട്, കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ പറ്റാത്തത് വലിയ വിഷമം തന്നെ ആയിപ്പോയി. അങ്ങോട്ടേക്ക് ആരതി ചായയും കൊണ്ട് വരികയാണ്. രണ്ടുപേർക്കും ചായ കൊടുത്തപ്പോൾ ആരതിയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക എവിടെയുള്ളതെന്ന്. സിദ്ധാർത്ഥിൻ്റെ മുറിയിലാണ്, ഞാനിപ്പോൾ വിളിച്ചിട്ട് വരണോ? വേണ്ട, വിളിക്കണ്ട, ഞാൻ പിന്നീട് ചന്ദ്രികയോട് സംസാരിച്ചോളാം, മഹേന്ദ്രൻ പറയാണ്. അപ്പോഴേക്കും ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആരതിയാണ് കാണിച്ചു കൊടുക്കുന്നത്, മാമ ചന്ദ്രിക വന്നിട്ടുണ്ട്. ചന്ദ്രിക ആകെ ഡെസ്പായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മി പോയിട്ട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക എന്താ നിന്റെ മുഖത്ത് എന്തോ ഒരു വലിയ വിഷമം പോലെ, നീ കരയുമായിരുന്നോ? ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മ. മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കണ്ണൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ, നീ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങുന്നില്ലേ? ഏയ് അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. അങ്ങനെയല്ല, നിനക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, നീ വെറുതെ കള്ളമൊന്നും പറയണ്ട. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ വിചാരിക്കുകയാണ്, സിദ്ധു സാറ് മേഘ കാരണം മദ്യപിക്കാൻ വരെ തുടങ്ങി. അതെങ്ങനെ ഞാനിപ്പോൾ അച്ഛനോട് പറയുക? രാത്രി ഉറങ്ങാതെ അദ്ദേഹം ഓരോന്ന് പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരും ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സിദ്ധു മേഘയുടെ കാര്യങ്ങൾ തന്നെ ആലോചിച്ചിട്ട് വല്ലാതെ വേദനിക്കുന്നുണ്ടോ? അതെ അച്ഛാ. മേഘ ഇങ്ങനെ ഒരു കുറ്റം അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർത്തിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അദ്ദേഹം ആകെ തകർന്നു പോയിരിക്കുകയാണ്. എത്ര നിഷ്കളങ്കനായ വ്യക്തിയാണ് സിദ്ധു. അങ്ങനെയുള്ള ആ ഒരു പാവത്തിൻ്റെ പേരിലാണല്ലോ മേഘ ഇങ്ങനെയും വലിയൊരു ചതി ചെയ്തത്. മഹേന്ദ്രനും സങ്കടത്തോടെ പറയാണ്, അവനെ നീ ശ്രദ്ധിക്കണേ മോളെ. ശരി അച്ഛാ. ചന്ദ്രികയും ആരതിയും രണ്ട് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് മഹേന്ദ്രനും ലക്ഷ്മിയും മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ആ സമയത്താണ് പാചകക്കാരനായിട്ടുള്ളൊരു സ്വാമി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയതിന് ശേഷം അദ്ദേഹത്തോട് കാര്യം പറയുകയാണ്, ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്താൻ പോകുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നല്ലോ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നടക്കുന്ന പ്രശ്നമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ട് ലഘുവായിട്ട് നടത്താമെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അത്രയും വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് ആരും വന്നില്ലെങ്കിൽ അതൊരു വിഷമാവും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്. അതുമാത്രമല്ല, ക്ഷേത്രത്തിലാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു കാരണം കൊണ്ടും വിഷമിക്കേണ്ട, ദൈവത്തിൻ്റെ അനുഗ്രഹം കുട്ടികളുടെ മേലെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ക്ഷേത്രത്തിലാണെന്ന് വെച്ചിട്ട് ഫുഡിന് യാതൊരു മാറ്റവും ഇല്ല, പറഞ്ഞ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കണം, ബാക്കി ആയാൽ കൂടി കുഴപ്പമില്ല, പൈസയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയോട് പൈസ എടുത്തു കൊടുക്കാൻ, അഡ്വാൻസിനുള്ള പണം എടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ആ സമയത്ത് അദ്ദേഹം മഹേന്ദ്രനോട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം കുഞ്ഞുനാളിലെ മുതലേ സിദ്ധാർത്ഥിനെ അറിയുന്ന ഒരാളാണ് ഞാൻ. അത്രയും നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് സിദ്ധാർത്ഥ്. അപ്പോൾ മേഘ അങ്ങനെ ഒരു അവസരത്തിൽ മേഘ സിദ്ധാർത്ഥിനെ കുറിച്ച് ഇങ്ങനെ ഒരു പഴി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേഘ എന്തോ നിങ്ങളിൽ നിന്ന് എതിരായിട്ട് നിങ്ങളിൽ നിന്ന് എന്തോ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറുതിലെ നിങ്ങൾ വളർത്തിയ കുട്ടിയല്ലേ മേഘ, അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇരുന്നൊന്ന് സംസാരിച്ചു നോക്കൂ. മേഘ എന്താണ് വിചാരിക്കുന്നത് എന്ന് നമുക്കപ്പോൾ മനസ്സിലാവുമല്ലോ, അവൾ എന്താ ആഗ്രഹിക്കുന്നത് എന്ന്. അല്ലാത്ത പക്ഷം സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണ ദിവസം മേഘ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അതെല്ലാവർക്കും ധർമ്മസങ്കടം ഉണ്ടാക്കും. കല്യാണത്തിന് മുമ്പ് തന്നെ മേഘയുടെ പ്രശ്നം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞത്. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഏയ് അങ്ങനെയൊന്നും ഇല്ല സ്വാമി, നിങ്ങൾ നല്ല കാര്യമാണല്ലോ പറഞ്ഞു തന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുള്ളതും. അപ്പോഴേക്കും ലക്ഷ്മി പണവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് സ്വാമിക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തോട് വീണ്ടും പറയാണ്, ഭക്ഷണത്തിലൊന്നും ഒരു കുറവും വരുത്തണ്ട. കല്യാണ ദിവസം വന്നവരാരും ഭക്ഷണത്തെക്കുറിച്ചൊരു പരാതിയും പറയാനുള്ള അവസരം ഉണ്ടാവരുത്. ഇല്ല സർ, ഭക്ഷണമൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കാം, ഒരു കുറവും വരുത്തില്ല, എല്ലാം ഇനി ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് മഹേന്ദ്രൻ ലക്ഷ്മിയോട് സങ്കടത്തോടെ പറയുകയാണ്. ആ സമയത്ത് മേഘയുടെ വീട്ടിലേക്ക് വന്നിട്ട് മനോഹരനും മുത്തശ്ശിയും വരുന്നുണ്ടായിരുന്നു. മനോഹരൻ മേഘയോട് പറയാണ്, മേഘ നിനക്കൊരു കാര്യം അറിയാമോ? എന്താ മാമ? സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചല്ല. അത് കേട്ടപ്പോൾ മേഘ ചിരിക്കുകയാണ്, കല്യാണം മുടങ്ങിയെന്ന് വെച്ചിട്ട്. അപ്പോഴാണ് മനോഹരൻ പറയുന്നത്, അവരുടെ കല്യാണം പൊന്നിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. ഓ, മുത്തശ്ശി സന്തോഷത്തോടെ പറയാണ്.
അപ്പോൾ മേഘയാണെങ്കിൽ ദേഷ്യത്തോടെയും ഞെട്ടലോടെയാണ് ഇരിക്കുന്നത്. കല്യാണത്തിന് പാചകക്കാരൻ ആരാണെന്ന് അറിയാമോ? സുബ്രഹ്മണ്യ അയ്യരാണ്. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് തന്നെ അതിശയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ മണം 7 വീട് കഴിഞ്ഞാലും മാറത്തില്ല. അത് മുത്തശ്ശി അംഗീകരിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, എന്താ മാമ പറഞ്ഞു വരുന്നത്? സത്യമായിട്ടും അവർ ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ പോവുകയാണോ? ഞാനെന്തിനാ മേഘ നിന്നോട് കള്ളം പറയുന്നത്? മേഘ, നീ പറഞ്ഞതൊന്നും അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഏത് തീയതിയിലാണോ ഏത് മുഹൂർത്തത്തിലാണോ കല്യാണം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ അത് നടത്താനാണ് അവർ പോകുന്നത്. മേഘ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റപ്പോൾ മനോഹരം പറയുന്നുണ്ട്, മേഘ, മഹേന്ദ്രന് ഒരുപാട് സിൽബന്ധികളുണ്ട്. നീ കൊടുത്ത കേസ് അവരാരും തന്നെ സീരിയസ് ആയി എടുത്തിട്ടില്ല. മേഘ ദേഷ്യത്തോടെ നിന്നപ്പോൾ മുത്തശ്ശി വീണ്ടും പറയാണ്, മേഘ, ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ ഗർഭത്തിന് കാരണക്കാരൻ ആരാണെന്ന് 1ന് 4 തവണ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. വെറുതെ സിദ്ധുവാണ് കാരണമെന്ന് നീ തന്നെ കരുതിക്കൂട്ടി കണക്കാക്കിയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മേഘയ്ക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവര് കല്യാണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോട്ടെ, പക്ഷെ അവർക്ക് കല്യാണം നടത്താൻ സാധിക്കില്ല. അവര് ഏർപ്പാടൊക്കെ നന്നായിട്ട് ചെയ്യട്ടെ. ഈ കല്യാണം ഞാൻ എങ്ങനെയാ മുടക്കുന്നതെന്ന് നിങ്ങൾ രണ്ടുപേരും കണ്ടോ? മേഘ വാശിയോടെ പറയാണ്. അപ്പോൾ മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്, മേഘയുടെ ഗർഭത്തിന് സിദ്ധു അല്ല കാരണം. അപ്പോൾ പിന്നെ വേറെ ആരായിരിക്കും കാരണം? അവർക്ക് വല്ലാത്ത സംശയം ഉണ്ടായിരുന്നു. എന്തായാലും സിദ്ധാർത്ഥല്ല എന്നുള്ളത് അവർക്ക് ഉറപ്പ് തന്നെയുള്ള കാര്യമാണ്. അവിടെ മേഘ ദേഷ്യത്തോടെ നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.